പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിലപാടുകളുടെ രാജാവ്, രാജകുമാരൻ. അദ്ദേഹം പ്രളയസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ പല ജില്ലകളിലും നിലനിൽക്കുമ്പോൾ അവിടെയൊക്കെ ചെന്ന് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പകരം അദ്ദേഹം ഹെലികോപ്റ്ററിൽ കയറി സ്വകാര്യ ആവശ്യത്തിന് യാത്ര ചെയ്തതും, അദ്ദേഹം ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ പോയി നൂറുകണക്കിന് വിഭവങ്ങളുള്ള സദ്യ കഴിച്ചതുമൊക്കെ വലിയ വിമർശനമായി ഇപ്പോൾ വന്നിരിക്കുകയാണല്ലോ. ആ വിമർശനത്തോട് മറുപടി പറഞ്ഞ് വീണ്ടും വിഷയം കുളവാക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നടത്തിയ രണ്ട് നടപടികൾ, ഒന്ന് സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്ററിൽ പോയത്, രണ്ട് ഈ മുസ്ലിം ലീഗ് നേതാവിൻ്റെ വീട്ടിൽ പോയി മൃഷ്ടാന്നം ഭുജിച്ചത്, ഇത് രണ്ടും തെറ്റായിപ്പോയി എന്ന് സതീശന് പറയാമായിരുന്നു. സതീശൻ അത് പറഞ്ഞിരുന്നെങ്കിൽ സതീശൻ്റെ ഗ്രാഫ് കുത്തനെ ഉയരുമായിരുന്നു. അത് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ CP ജോൺ നടത്തിയ ഒരു പ്രസ്താവന, അദ്ദേഹം അത് പോസിറ്റീവായിട്ടായിരിക്കും കരുതിയത്. പക്ഷേ അത് പൊതുമണ്ഡലത്തിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഇടയിലൊക്കെ മോശമായിട്ടുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം വന്ന് സമസ്താപരാധം അദ്ദേഹം ക്ഷമ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് തെറ്റായി പോയി, ഞാൻ ക്ഷമ പറയും ഞാനെന്താ എനിക്ക് ക്ഷമ പറയാൻ എന്നത് കുഴപ്പമെന്താ എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷമ പറഞ്ഞു. പക്ഷെ അക്കാര്യം അദ്ദേഹം സതീശന് പറഞ്ഞു കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുപോലെ സതീശൻ വന്നിട്ട് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൾ കൈയടിക്കില്ലായിരുന്നു സുഹൃത്തുക്കൾ. അതിന് പകരം അയാൾ എന്താ വന്നിട്ട് പറഞ്ഞത്? മുഖ്യമന്ത്രി വന്നിട്ട് എന്താ പറഞ്ഞത്? അയാൾ ചൊറി കുത്തി പുണ്ണാക്കുകയല്ലേ ചെയ്തത്? അയാൾ വടി കൊടുത്ത് അടിമേടിക്കുകയല്ലേ ചെയ്തത്? അയാൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയല്ലേ ചെയ്തത്? അയാൾ ഈ ഹെലികോപ്റ്ററുമായി പറഞ്ഞ വാദങ്ങളെല്ലാം പൊട്ടത്തെറ്റും പച്ചയ്ക്ക് തെറ്റും നട്ടാൽ കുറുക്കാത്ത നുണയും അസംബന്ധമല്ലായിരുന്നോ? സുഹൃത്തുക്കളെ, ഞാനിനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലീസ് വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഞാനത് പുറത്തു കൊണ്ടിരുന്നുണ്ട്. വലിയ അഴിമതി നടന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ സതീശനത് പറയുന്നത് എനിക്കറിയില്ല. എന്താ ഹെലികോപ്റ്ററുടെ കാര്യം പറഞ്ഞ് നാണം കിട്ടു. അവിടെ ഏതോ ഒരു മുസ്ലിം ലീഗുകാരുടെ വീട്ടിൽ ചെന്നിട്ട് നൂറുകണക്കിന് വിഭവങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? അയ്യോ, ഞാൻ 3 മണിക്ക് അവിടെ ചെന്നപ്പം ഇന്ന് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ചോറും അച്ചാറും ഉണക്കമീനും പപ്പടവും കൂടെ ചേർത്തിട്ടുള്ള പിന്നെ ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് തോന്നുന്നു നമുക്ക് കേട്ട് കഴിഞ്ഞാൽ. എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ട് ഞാൻ ഓർക്കുകയാണ്. അതായത് 17 മണിക്കൂർ നേരം ജനസമ്പർക്ക പരിപാടിയിൽ 17 മണിക്കൂർ നേരം ഒറ്റക്കാലിൽ നിന്നു എന്നാ പറയുന്നു ഉമ്മൻചാണ്ടി സാർ. കുഞ്ഞാലിക്കുട്ടിയൊക്കെ വന്നിട്ട് വലിയ തോതിൽ നിർബന്ധിച്ച് നിങ്ങൾ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് 17 മണിക്കൂർ നിന്നു എന്ന് മാത്രമല്ല, ഞാൻ കേട്ടില്ല അദ്ദേഹം യാത്ര ചെയ്യുന്ന ഒരു ഇന്നോവ കാറിൽ കുത്തി നിറച്ചാണ് അദ്ദേഹം പോകുന്നത്. കുറേ ആളുകൾ കാണും, അതിൻ്റെ ഒരു മൂലയ്ക്കായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത്. ആ ഇന്നോവ കാർ ഇങ്ങനെ പോകുമ്പോൾ ഈ പഴത്തൊലിയും ഈ ഓറഞ്ചിൻ്റെ തൊണ്ടുമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് വീഴുന്ന കാണാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാതിരുന്ന ഉമ്മൻചാണ്ടി വണ്ടിക്കകത്തിരുന്നുകൊണ്ട് വണ്ടിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നുകൊണ്ട് പഴം കഴിക്കുക, ഓറഞ്ച് കഴിക്കുക, ഇതിൻ്റെയൊക്കെ തൊലിയാണ് പുറത്തേക്ക് ഇങ്ങനെ വന്ന് വീഴുന്നത്. അങ്ങനെ ഒരാൾ ഇവിടെ മുഖ്യമന്ത്രിയായി ഇരുന്നു. അവിടെയാണ് 7-8 പേര് മരിച്ചു, കുറേ പേരെ കാണാതായി ഇരിക്കുന്ന സമയത്ത് ഈ ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഒരു വീട്ടിൽ ചെന്ന് നൂറുകണക്കിന് വിഭവങ്ങളുള്ള ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് ഉളുപ്പിൽ ലജ്ജയുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്നു. ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ പറത്തിന് കേട്ടാത്ത ഒന്നും എന്താണെന്നറിയോ? ഇത്തിരി പഴങ്കഞ്ഞിയും ഇത്തിരി അച്ചാറും ഇത്തിരി ചെറുപയറും ഇത്തിരി പപ്പടം, 2 പപ്പടവും കൂടെ ചേർന്ന് കഴിച്ച എന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിയെന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊന്നും കഴിക്കില്ല കേട്ടോ, എനിക്കൊരു കഴിക്കണ്ടേ. ഞാൻ അവിടെ ചെന്ന് എൻ്റെ വീട്ടിൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഞാനൊന്ന് കഴിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, പിണറായി വിജയൻ ഇങ്ങനെ പ്രളയം വന്ന സമയത്ത് നിരാഹാരം ഇരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തൊരു ഗതികെട്ട അവസ്ഥയായതെന്ന് ആലോചിച്ച് നോക്കും. ഞാനതിനെക്കുറിച്ച് വേറെ വീഡിയോ കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇയാൾ ഈ കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിത്വം ഈ മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ള ആളുകൾക്കാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ പിണറായി വിജയൻ എന്നതിലേക്ക് നോക്കണം. പിണറായി വിജയൻ്റെ സമയത്ത് 2018 പ്രളയം വന്നു. ആ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയൻ നടത്തിയ PR വർക്ക് എന്തായിരുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി.
എല്ലാ ദിവസവും പത്രസമ്മേളനം, കയറുക മക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. യഥാർത്ഥത്തിൽ ജനവിരുദ്ധനായി നിന്നിരുന്ന പിണറായി വിജയൻ ആ പ്രളയം വന്നപ്പോൾ നടത്തിയ PR വർക്കിൻ്റെ ഭാഗമായി അദ്ദേഹം ഭയങ്കര ജനകീയനായി മാറുകയല്ലേ സുഹൃത്തുക്കളെ ചെയ്തു. എല്ലാ ദിവസവും പത്രസമ്മേളനം, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇത്. അപ്പം ആ പ്രളയം ഉപയോഗിച്ചുകൊണ്ട് വിജയൻ ആ പ്രളയത്തിൻ്റെ ഭാഗമായി നടത്തിയ PR വർക്കിൻ്റെ ഭാഗമായി അദ്ദേഹം ആ സമയത്ത് വലിയ ജനകീയനായിട്ട് അദ്ദേഹം മാറുകയല്ലേ എന്ന് ചെയ്തത്. അത് പ്രധാനമായി ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടുന്ന സ്റ്റാഫിലൊക്കെ ഉള്ള മാധ്യമവുമായി ബന്ധപ്പെടുന്ന സെറ്റുകാരല്ലേ ചെയ്തത്. എന്നാൽ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ ഞാൻ VD സതീശനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അയാൾ ആദ്യമായി അധികാരത്തിൽ വരുന്നതാണ്, അയാൾക്കൊന്നും അറിയില്ല, അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയില്ല, അയാളുടെ കൂടെ ആരുമില്ല, MLA-മാരില്ല, MP-മാരില്ല, ആരുമില്ല. ഒരൊറ്റപ്പെട്ട് നിൽക്കുന്നൊരു മനുഷ്യനാണ് VD സതീശൻ. VD സതീശനെ ഒന്നും ചെയ്യാൻ അറിയില്ല. അങ്ങനെ ചെയ്യാൻ അറിയാത്ത VD സതീശൻ ഇരിക്കുമ്പോൾ VD സതീശന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ സുഹൃത്തുക്കളെ? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ മാധ്യമ ഉപദേഷ്ടാക്കളല്ലേ അത് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരല്ലേ അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെ പ്രളയം വന്നിരിക്കുന്നു, ഈ പ്രളയം നല്ലപോലെ കൈകാര്യം ചെയ്ത് നമ്മുടെ പ്രതിച്ഛായ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയണം. പാർട്ടിയിൽ തന്നെ നമ്മുടെ കൂടെ ആരുമില്ല, MLA-മാരില്ല, MP-മാരുമില്ല. അതുകൊണ്ട് ഈ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഇടപെടണം, പ്രളയം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലണം, എല്ലായിടത്തും പോകണം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം തന്നെ അവിടെ ചെന്നിട്ട് കാണിച്ചെന്താ? അവിടെ ചെന്നിട്ട് റാന്നിയിൽ പോയി, ആറന്മുലയിൽ പോയി, തിരുവല്ലയിലും പോയി, കോന്നിയിൽ ചെന്നില്ല. എന്നിട്ട് ന്യായീകരണം പറയാ. കോന്നിയിലല്ലേ ആദ്യം ചെല്ലേണ്ടത്? മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആദ്യം കോന്നിയിൽ ചെല്ലുമായിരുന്നു, പ്രതിപക്ഷ MLA-യുടെ സ്ഥലത്തായിരുന്നു ആദ്യം ചെല്ലുമായിരുന്നത്. ഇയാൾക്ക് എന്തൊക്കെയോ പകയാണ്, ഇയാൾക്കെതിരെ എന്തോ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുന്നേ കോന്നി MLA എന്തോ ജിനേഷ് കുമാർ എന്തോ രാഷ്ട്രീയ വനവാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ കോന്നിയിലേക്ക് വന്നും കണ്ട് പറഞ്ഞു. ആ പക ഉള്ളിൽ കൊണ്ടു കിടക്കാണ്. പകയുടെ രാജകുമാരനാണ്, നിലപാടിൻ്റെ രാജകുമാരനല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കോന്നിയിലേക്ക് ചെന്നില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും സതീശൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇതൊക്കെ അയാളെ ഉപദേശിക്കാനായിട്ട് അവിടെ ആളുകളെ സർക്കാർ ശമ്പളം കൊടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷം ശമ്പളത്തിനിടയിൽ കൊടുത്തുകൊണ്ട് അവിടെ ഒരു പ്രസ് സെക്രട്ടറിയെ വെച്ചിട്ടുണ്ട്. അയാളുടെ പേരെന്തോ CG കടക്കൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളൊന്നും അവിടെ ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടേയില്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അങ്ങനെ ഒരാളുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അയാളിപ്പോൾ ഇവിടെ 1-2 ലക്ഷം രൂപ ശമ്പളത്തിന് അവിടെ ഇരിപ്പുണ്ട്. CG കടക്കൽ. കാശിന് കൊള്ളില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൊള്ളില്ല. കാശിന് കൊള്ളുന്നതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്ന് മാത്രമല്ല, അവിടെ വേറൊരാളും കൂടെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. അയാൾ എൻ്റെ സുഹൃത്തും കൂടെയാണ്. അയാളുടെ പേരാണ് റോയ് മാത്യു. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ചില ദുശീലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പറയുന്നത്. ആ ദുശീലം എന്താണെന്നുള്ളതും ഒക്കെ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. റോയ് മാത്യു എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അയാൾ 2021 ഞാൻ മനസ്സിലാക്കിടത്തോളം രമേശ് ചെന്നിത്തലയുടെ ആളായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് എന്തോ ലക്ഷങ്ങൾ എന്തോ ചിലവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങളുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ ചില ദോഷൈകതൃക്കുകൾ പറയുന്നതായിരിക്കും. എന്തായാലും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സതീശൻ്റെ ഭാഗത്തേക്ക് ചാടി, ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് ചാടി. എന്നിട്ട് നമുക്കറിയാം, ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ചാനൽ ചർച്ചയിൽ പോയിരുന്ന് സതീശനെ പൂഴ്ത്തുകയും രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളെ അതിരൂക്ഷമായി മ്ലേച്ഛമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് റോയ് മാത്യു. എൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന സമയമൊക്കെ വന്നപ്പോൾ ഏഷ്യാനെറ്റിലൊക്കെ നിരന്തരം പോയിരുന്നുകൊണ്ട് ഏറ്റവും യോഗ്യൻ സതീശനാണെന്നും മറ്റന്മാർക്കൊക്കെ ഇതിനൊക്കെ എന്താണ് യോഗ്യതയെന്നും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അയാൾ എത്ര അധികാര സ്ഥാനത്തിരുന്നതാണ്? അയാളെന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്? സതീശനല്ലേ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്തായാലും ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാരസ്മരണ എന്ന് പറഞ്ഞ പോലെ സതീശൻ അയാളെ അവിടെ കൊണ്ടുവന്ന് മാധ്യമ സെക്രട്ടറിയായി അവിടെ വെച്ചിട്ടുണ്ട്. മാധ്യമ സെക്രട്ടറിയോ എന്തോ ഒക്കെ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ ശമ്പളവും ഉണ്ടാവും, ഉറപ്പാ. അക്കാര്യത്തിൽ ആരും തർക്കമില്ല. ഞാൻ ചോദിക്കുന്നത്, അയാളൊക്കെ എന്ത് ചുക്കും ചുണ്ണാമ്പും ചെയ്തുകൊണ്ടായിരിക്കുന്നത് അവിടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളുടെയും CG കടക്കൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന VD സതീശൻ. പാർട്ടിയിൽ ആരുമില്ല, MLA-മാരില്ല, MP-മാരുമില്ല, ആരുമില്ല. ജനങ്ങളുടെ ഇടയിൽ പോലും ഉണ്ടായിരുന്ന ഗ്രാഫെല്ലാം കുത്തനെ പോകുന്നു. ഇപ്പം നിലപാടുകളുടെ രാജകുമാരനെന്നും പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നൊന്നും ഇപ്പോൾ ആരും പറയാത്ത അവസ്ഥ വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലെ പ്രളയവുമായി ഒരു ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോൾ ആ പ്രളയത്തിനോട് പോരടിക്കുന്നതിൽ
മുഖ്യ കഥാപാത്രമായി വി ഡി സതീശനെ മാറ്റിയെടുക്കാനുള്ള ചുമതല ഈ റോയ് മാത്യുവിനും ഈ CG കടക്കലിനും ഒക്കെ അല്ലേ സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കുന്നത്, ഈ കടക്കലും മാത്യു ഒക്കെ ഇത് എവിടെയാണ് പോയത്? ശമ്പളവും മേടിച്ചിട്ട് വൈകിട്ട് ആകുമ്പോഴത്തേക്കും എനിക്കറിയില്ല, അങ്ങ് ഇറങ്ങി പോകലാണോ ഇവരുടെ പരിപാടി? സത്യം പറഞ്ഞാൽ ഗതികെട്ട അവസ്ഥ എന്നല്ലാതെ എന്താ പറയേണ്ടത്? ഈ CG കടക്കലിനും റോയ് മാത്യുവിനും ഒക്കെ തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾ താമസം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പ്രളയം വന്നപ്പോൾ ഈ പ്രളയത്തിനെതിരായിട്ടുള്ള ഈ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുന്നതിൻ്റെ പ്രഭവ സ്ഥാനത്ത് വി ഡി സതീശനെ നിർത്തി അയാളുടെ പ്രതിച്ഛായ വലുതാക്കി കൊടുത്തേനെ. യഥാർത്ഥത്തിൽ അയാളുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പറ്റിയ സുവർണ അവസരമല്ലായിരുന്നോ ഈ സംഭവം? അയാളങ്ങ് ഇറങ്ങണമായിരുന്നു. ഉമ്മൻചാണ്ടി ചെയ്തത് അയാളുടെ മുമ്പിലില്ലായിരുന്നോ? അയാൾ അതുപോലെ ചെയ്യുകയല്ലായിരുന്നോ വേണ്ടിയിരുന്നത്? പ്രളയസമാനമായ സാധ്യത വരുമ്പോഴത്തേക്കും ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് നേരെ തെക്കോട്ട് മിഷ്ടാന്നം ഭുജിക്കാൻ പോകുന്നതിന് പകരം ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ ചെന്നിരുന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യില്ലായിരുന്നു അയാൾ വേണ്ടിയിരുന്നത്? അയാൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നെങ്കിൽ തന്നെ ആ ഹെലികോപ്റ്റർ പ്രളയബാധിത ജില്ലകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ലായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നു. അത് പറഞ്ഞു കൊടുക്കാനുള്ള തലയ്ക്കകത്തുള്ള ആൾതാമസം ഈ റോയ് മാത്യുവിനും ഈ CG കടക്കലിനും ഇല്ലാതെ പോയതിൻ്റെ ദുര്യോഗം അനുഭവിക്കുന്നത് വി ഡി സതീശനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ബഹുമാനപ്പെട്ട വി ഡി സതീശനോട് പറയാനുള്ളത്, ഈ ലക്ഷക്കണക്കിന് രൂപയും 2 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയൊക്കെ ശമ്പളം കൊടുത്ത് ഈ റോയ് മാത്യുമാരെയും ഈ CG കടക്കലുമാരെയും ഒക്കെ നിങ്ങളിങ്ങനെ ചുമന്ന് താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട്, ഒരു ഗുണവുമില്ല. ഖജനാവിൽ നിന്ന് പൈസ നഷ്ടപ്പെടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ അവരോട് തലയ്ക്ക് വെളി അവർക്കുണ്ടാവണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുക. സുഹൃത്തുക്കളെ, ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഞാനൊരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് 2001-2006 കാലഘട്ടത്തിൽ. ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെയാണ് ഞാൻ 5 വർഷം പ്രവർത്തിച്ചത്. PS അച്യുതാനന്ദനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കടുംപിടുത്തക്കാരൻ, വെട്ടുനിരത്തലുകാരൻ, സ്റ്റാലിനിസ്റ്റ്, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? വളരെ ബോറായിട്ടുള്ള പ്രസംഗം. 2006 എന്താ സംഭവിച്ചത്? ആ VS അച്യുതാനന്ദനെ കണ്ടാൽ ആളുകൾ എഴുന്നേറ്റൊന്നും തൊഴിലായിരുന്നു സുഹൃത്തുക്കളെ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി 5 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മരണം വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളല്ലേ കൂടിയത്. അപ്പോൾ അത് ചെയ്യുന്നതിലൊരു ഒരു റോൾ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് സതീശനോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഒന്നുകിൽ ഇവരോട് പണിയെടുക്കാൻ പറയണം. അവരോട് പറയണം 2 ലക്ഷം 1.5 ലക്ഷം ഒക്കെ നിങ്ങൾക്ക് ഖജനാവിൽ നിന്ന് കിട്ടുന്നതാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്ക് വിമർശനം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, എൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ചെയ്യാൻ അവരോട് പറയണം. ഇല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും പിരിച്ചു വിടണം. അവർ വീട്ടിൽ പോയിരിക്കട്ടെ. ഇപ്പോൾ CG കടക്കലാണ്, CG കടക്കലിന് ഏതാണ്ട് ഒരു 1-2 ലക്ഷം രൂപ വെച്ചിട്ട് 5 വർഷം കിട്ടിയതാണ്. ഇനി കുറച്ച് വീട്ടിൽ പോയിരിക്കട്ടെ. റോയ് മാത്യുവിനെ കൊണ്ടും ഗുണമില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. രമേശ് ചെന്നിത്തല കൂടെ അന്ന് കുറേ ആളുണ്ടായിരുന്നു. അവസാനം രമേശ് ചെന്നിത്തല ഡിച്ച് ചെയ്തിട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഒരു ഗുണമില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. വെറുതെ എന്തിനാണ് ഇതുപോലുള്ള ഈ എടുക്കാച്ചരക്കുകളൊക്കെ താങ്ങി നടക്കുന്നത് എന്നാണ് എനിക്ക് സതീശനോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സതീശൻ ഈ ഏൽക്കുന്ന കൂരമ്പുകൾ സതീശന് വേണ്ടി ഉണ്ടാക്കിയ വി ഡി സതീശൻ ഉണ്ടാക്കിയ ശരാശരി വി ഡി സതീശൻ ഉണ്ടാക്കിയതല്ല. വി ഡി സതീശൻ്റെ പ്രതിച്ഛായ നന്നാക്കാമെന്നും പറഞ്ഞ് വി ഡി സതീശൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടാക്കിയതാണ്. അവർക്കൊന്നും കാൽപൈസയെ കൊണ്ട് അവരെ കൊണ്ട് ഗുണമില്ല. അതുകൊണ്ട് അടിയന്തരമായി അവരെ പറഞ്ഞ് വീട്ടിൽ വിടണം എന്നാണ് എനിക്ക് വി ഡി സതീശനോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.